ഗ്രനേഡ് എറിയാനുള്ള പരിശീലനത്തിനെത്താൻ പോലീസുകാർക്ക് വടകര റൂറൽ SP ഉത്തരവ് നൽകിയിരിക്കുന്നു. SHO SI തുടങ്ങി പരമാവധി സേനാംഗങ്ങൾ എത്തിച്ചേരാനാണ് നിർദ്ദേശം. വിവിധ സബ് ഡിവിഷനുകൾക്ക് വിവിധ സമയവും അനുവദിച്ചിട്ടുണ്ട് പരിശീലനത്തിനായി. SP-യുടെ ഉത്തരവിനെ പരിഹസിച്ച് UDF നേതാക്കൾ രംഗത്ത് വന്നു. പേരാമ്പ്ര സംഘർഷത്തിൽ 3 പേർ കോൺഗ്രസ് പ്രവർത്തകരെ കൂടി കസ്റ്റഡിയിലെടുത്തു. 3 കോൺഗ്രസ് പ്രവർത്തകരെ കൂടി സംഘർഷവുമായി ബന്ധപ്പെട്ട് കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ദൃശ്യ പുതിയടത്ത് വിവരങ്ങൾ നൽകും. ദൃശ്യ, എന്തായാലും ഈ ഗ്രനേഡ് എറിഞ്ഞ് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് വടകരയിലൊക്കെ പോലീസുകാർ. പിന്നീട് എന്തിനാണ് ഒരു പരിശീലനം കൂടി എന്ന് അറിയില്ല. എന്തായാലും അതിനെതിരെ കോൺഗ്രസ് അടക്കം പരിഹസിച്ച് രംഗത്ത് കൂടി വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് പിന്നെ പേരാമ്പ്ര കേസുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റ്സ്? ജിൽസി സൈഫു, നിലവിൽ ഇപ്പോൾ SHO SI തുടങ്ങി പരമാവധി അംഗങ്ങൾ ഈ പരിശീലനത്തിന് എത്തിച്ചേരാനാണ് വടകര റൂറൽ SP-യുടെ ഉത്തരവുള്ളത്. ഇന്ന് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഈ പരിശീലനം നടക്കുന്നത്. വിവിധ സബ് ഡിവിഷനുകൾക്ക് വിവിധ സമയവും ഇതുമായി ബന്ധപ്പെട്ട് ഈ നൽകിയിട്ടുണ്ട്. ഇതിൽ പരമാവധി സേനാംഗങ്ങളെ ഗ്രാനേഡ് എറിയാനുള്ള പരിശീലനത്തിന് എത്തിച്ചേരണമെന്ന് പ്രത്യേക നിർദ്ദേശവും ഉത്തരവും വടകര റൂറൽ SP പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇതിൽ കോൺഗ്രസ് കൂടി ഈ പരിഹാസവുമായി രംഗത്തെത്തുന്നത്. ഈ പോലീസുകാർക്ക് മാത്രം പോരാ, DYSP-യുടെ കയ്യിൽ നിന്ന് ഗ്രാനേഡ് പൊട്ടിത്തെറിച്ചതിന് പാവം പോലീസുകാർക്കാണ് പണി എന്ന തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വന്നു തുടങ്ങി. ഇതിൽ സാധാരണ പോലീസുകാർക്ക് മാത്രമല്ല DYSP അടക്കം ഇത്തരത്തിൽ ഗ്രാനേഡ് എറിയാനുള്ള പരിശീലനം നൽകണം എന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകളാണ് അല്ലെങ്കിൽ ഈ പരാമർശങ്ങളാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. എന്നാൽ ഇത് എല്ലാ വർഷവും നടത്തുന്നതാണ്, ഇത്തരത്തിൽ ഈ പരിശീലനം നടത്താറുണ്ട് എന്നുള്ളതാണ് ഈ റൂറൽ SP-യുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം. എല്ലാ വർഷവും പോലീസുകാർക്ക് ഇത്തരത്തിൽ ഈ വിവിധ തരത്തിലുള്ള പരിശീലനങ്ങൾ നടത്താറുണ്ട്. അതിന്റെ ഭാഗമായി മാത്രമാണ് ഈ ഗ്രാനേഡ് എറിയാനുള്ള പരിശീലനം കൂടി നടത്തുന്നത്. എന്നാൽ ഇതിപ്പോൾ ഈ പേരാമ്പ്ര സംഘർഷത്തിന്റെ ഈ ഒരു അവസ്ഥയിലാണ് ഈ ഒരു സമയത്ത് തന്നെ നടത്തുന്നത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഈ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പോലും പരിഹാസം നേരിടേണ്ടി വരുന്നത്. എന്തായാലും ഇത് എല്ലാ വർഷവും നടത്തുന്നുണ്ട്, അതിന്റെ ഭാഗമായി മാത്രമാണ് ഇത്തരത്തിലൊരു പരിശീലനം സംഘടിപ്പിക്കുന്നത് എന്നുള്ള ഒരു പ്രതികരണം കൂടി റൂറൽ SP-യുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇതിനിടെ പേരാമ്പ്ര സംഘർഷത്തിൽ 3 ഈ കോൺഗ്രസ് പ്രവർത്തകരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ വീട്ടിൽ കയറി പരിശോധനയിലാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇതിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വിനോദൻ, കോൺഗ്രസ് പ്രവർത്തകനായ മണി കൂടാതെ മുസ്തഫ എന്നിവരാണ് ഇപ്പോൾ പേരാമ്പ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുന്നത് തുടരുന്നുണ്ട്. ഇതിനു കൂടെ ഈ പോലീസുകാരുടെ നടപടിക്ക് പോലീസുകാരിൽ നിന്നുണ്ടായ മർദ്ദനത്തിന് വലിയ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗ്രനേഡ് പരിശീലനം കൂടി പോലീസിന് നടപ്പിലാക്കുന്നത്.